അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്നറിയാവോ? കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് വേണ്ടേ. ഇത് വെജിറ്റബിൾ ഓയിൽ മസ്റ്റ് അല്ല, നെയ്യിലാന്നേലും ചെയ്യാം. കാര്യം ഇതൊരു ഏകദേശം ബിരിയാണിയോട് സിമിലർ ആണ് കേട്ടോ. അന്നേരം പിന്നെ നമുക്ക് നെയ്യാന്നേലും കുഴപ്പമില്ല. പിന്നെ വേണ്ടി കുറച്ച് സവാള, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ വേണ്ടിയത് കുറച്ച് ചോളം. ഈ പച്ച ചോളം മേടിക്കുവാന്നേൽ അതങ്ങോട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ എടുത്തേച്ചാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ ടിൻ ക്യാനിൽ കിട്ടും. അതിനകത്ത് ചോളം മേടിച്ച് അത് ഓൾറെഡി വേവിച്ച് വെച്ചേക്കുമായിരിക്കും. അതിൻ്റെ ആ വെള്ളം ഫുൾ ഡ്രെയിൻ ഔട്ട് ആക്കി വെച്ച് ഒന്ന് കഴുകി എടുത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ബേബി കോൺസ്, പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി മഷ്റൂം. ഇത് മറ്റേ ടിൻ മഷ്റൂം ആട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് ടൊമാറ്റോ പ്യൂരയാ. ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ മിക്സിയിലിട്ട് അടിച്ചേച്ചാലും മതി. ഇല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാലും മതി. ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാ, പിന്നെ മല്ലിപ്പൊടി, ഇത് ഇച്ചിരി ജീരകപ്പൊടിയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന അന്നേരം പൊടിച്ചേച്ചാൽ മതി. ഗരം മസാല അല്ലെങ്കിൽ അതിൻ്റെ മണം മുഴുവൻ പോകും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടുന്ന മല്ലിയിലയാണ്. മല്ലിയില എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പുതിനായും കൂടി ഇട്ടേച്ചാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. ഇതിനകത്ത് കുറച്ചൊരു ഫ്ലേവർ, ഒരു ഇച്ചിരി നല്ലൊരു സ്വാദ് കിട്ടാൻ, ഫ്ലേവേർഡ് അല്ല, കുറച്ചൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തേച്ചാലും മതി. തേങ്ങാപ്പാലിൽ ഇച്ചിരി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ മതി. അതായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് ലെയർ ചെയ്യാൻ, നമ്മുടെ ബിരിയാണി ഒന്ന് ഇച്ചിരി ലെയർ ചെയ്യാനായിട്ട് ഇച്ചിരി നെയ്യ്. പിന്നെ ഇതിനാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും മസ്റ്റല്ല. ഇതിനകത്ത് പിന്നെ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചേക്കുക. ശരിക്കും ഉള്ളിയൊക്കെ വറക്കുവാന്നേൽ നമ്മൾ ശരിക്കും നെയ്യേലാണ് വറക്കുന്നത്. അന്നേരം ഒത്തിരി നെയ്യൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ അങ്ങോട്ട് വറക്കാനുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയാവോ? നമ്മുടെ വെജിറ്റബിൾ ഓയിൽ മാത്രമേ എടുക്കാവുള്ളൂ. അതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കല്ലേ. വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാമെങ്കിൽ നല്ല നെയ്യിൽ വറുത്ത പോലത്തെ മണമാണ് നമ്മുടെ ഉള്ളിക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു ടിപ്പാന്നു അത്. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കൂടുതലും വെജിറ്റബിൾ ഓയിൽ വെച്ച് ചെയ്യാം. നെയ്യാന്നേൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, ഒരു വലിയ 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചോ. എന്നാന്നോ അത് ഈ പറഞ്ഞോട്ട് ഉള്ളി വഴറ്റാനുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി കോണ് നമ്മൾ ചേർത്തേക്കേണ്ട വെജിറ്റബിൾസ് മൊത്തം ഉണ്ട്. അന്നേരം അതെല്ലാം ഒന്ന് വയന്ന് കിട്ടാൻ അന്നേൽ ഒരു നുള്ളൊക്കെ ഒഴിച്ചാൽ ഓക്കെയല്ല, ഒരു എന്നാ പറയുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചോ. അന്നേച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ള നെയ്യും കൂടെ ചേർത്താലേ ഇച്ചിരി സ്വാദ് വരും. ഞാനിപ്പോൾ ഒന്ന് ചേർക്കാം അല്ലേ? ഇനി എന്നേലും വഴക്കാരേലും പറയുവാന്നേലും നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മിണ്ടാതെ നിന്നുകൊണ്ട് കേൾക്കാം അമ്മ ആ വഴക്ക്. എന്നാലും വേണുവല്ല ഒരു സ്പൂണേ നെയ്യ് ഒഴിക്കുക. ഇച്ചിരി നെയ്യോട് ഒഴിച്ച് വെച്ച് നമുക്കിതിനകത്തോട്ട് ഉള്ളി വഴറ്റാനിടാവേ. ഇതിപ്പം കുഞ്ഞു കുഞ്ഞായി ആയിട്ട് അരിഞ്ഞേക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നീളത്തിൽ അരിയുമ്പോഴത്തേന് ഒത്തിരി കട്ടി കൂടി അരിയല്ല, ഇച്ചിരി നേരിയതായിട്ട് അരിഞ്ഞേച്ചാൽ മതി. എന്നാലേ നമ്മുടെ ബിരിയാണിക്കകത്തോട്ട് ഇച്ചിരി അത് മിക്സായി പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. മസ്റ്റല്ല, ഇങ്ങനെ അരിയണം എന്ന് മസ്റ്റല്ല. എനിക്ക് ഇച്ചിരി ഇപ്പം നേരം കിട്ടിയോണ്ട് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ നോക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞത്. ഇതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയില്ലാതെ അരിഞ്ഞേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഇടുക. അന്നേച്ചാൽ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അതായത് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർക്കണേ. ഏകദേശം നമ്മളുണ്ടല്ലോ ബിരിയാണി വെക്കുന്ന കൂട് തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ആ വെജിറ്റബിൾസ് ചേർക്കുന്നതിലും. സാധാരണ ബിരിയാണിയിൽ നമ്മൾ ഇച്ചിരി എന്നാ പറയുന്നത്, ആ ജീരകപ്പൊടി ചേർക്കുമല്ലോ. ഇതിനകത്ത് ആന്നേൽ ജീരകപ്പൊടി ചേർക്കും. അതാ വ്യത്യാസം ഒത്തിരി പറയുന്നത്. പിന്നെ ആന്നേൽ
ടൊമാറ്റോ അരിഞ്ഞിട്ടാല നമ്മൾ പുലാവൊക്കെ വെക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇച്ചിരി പ്യൂരെ ആയിട്ടാണ് വെക്കുന്നത്. കാര്യം എന്നാണെന്നറിയോ, ടൊമാറ്റോ അരയ്ക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. പിന്നെ എക്സ്ട്രാ വെജിറ്റബിൾസ് എന്ന് പറയാൻ ഒന്നുമില്ല. അന്നേരം പുളിയായിട്ട് അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റേ ആകുമ്പോൾ ഇങ്ങനെ ഈ ടൊമാറ്റോ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേച്ചാൽ മതി. ഇതാകുമ്പോൾ കുറച്ചുകൂടെ ആ ഗ്രേവിയിലോട്ട് അങ്ങ് എന്നാ പറയുക ചേരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരച്ച് ചേർക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു ബ്രൗൺ ആവണം. ഇതിപ്പോൾ ഞാൻ കുഞ്ഞായിട്ട് അരിഞ്ഞുകൊണ്ട് അധികം നേരം ഒന്നും എടുക്കുകയില്ല, പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവുമേ. വേഗം ഉള്ളി അങ്ങ് മൂത്തേ. ഇനിയാന്നു ഇതിനകത്ത് നമ്മൾ ഓരോ പച്ചക്കറി, അതായത് പച്ചക്കറി അല്ല, കോൺ പുലാവല്ല, എന്നിട്ട് കോൺ കുറച്ച് എന്നാ പറയുക ബേബി കോണും മറ്റേ സാധാ കോണും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടണം. ആവശ്യം അനുസരിച്ച് അത് എത്രയാ നമ്മുടെ എന്നാ പറയുന്നത് അരിയുടെ ക്വാണ്ടിറ്റി എത്രയാന്ന് വെച്ചാൽ അത് നോക്കി വേണം ചേർക്കാൻ. ഇവിടെ ഇപ്പം ഞാനുണ്ടല്ലോ ഏകദേശം ഒരു ബൗളോളം അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ഗ്രേവി വേണ്ടായോ നമുക്ക്, അന്നേരം അതിനനുസരിച്ചുള്ള കോൺ ചേർക്കണ്ടായോ. ഇതിനകത്തോട്ട് തന്നെ നമുക്ക് നമ്മുടെ ബേബി കോണും കൂടെ ചേർക്കണം. പിന്നെ ഒരു ഇച്ചിരി മഷ്റൂം, പനീറും ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടേൽ ചേർത്തു. എന്നാലും നമ്മൾ ഇന്ന് കോൺ പുലാവല്ലേ ചെയ്യുന്നത്, അന്നേരം കോണാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. മഷ്റൂം മസ്റ്റൊന്നും അല്ല, ഉണ്ടെങ്കിൽ ചേർത്താച്ചാൽ മതി, ഇല്ലേൽ വിട്ടേക്കും. എന്നാലും ഇടയ്ക്കുണ്ടല്ലോ, ഇടയ്ക്ക് ആ മഷ്റൂം ഒന്ന് കടിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. ഇനി ഒരു ഇച്ചിരി നേരം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കോൺ, ഞാനിപ്പോൾ ടിന്നിൽ വരുന്ന കോണാണ് മേടിച്ചത്. അന്നേരം അതിനകത്ത് ഒരു ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ട്. ആ വാട്ടർ മുഴുവനും നമ്മൾ ആ വെള്ളം മുഴുവൻ പറ്റിയേച്ച് വേണം ബാക്കി ചേർക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് അങ്ങ് കുഴഞ്ഞു പോവേ. അതുകൊണ്ട് മാക്സിമം വെള്ളം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ മാക്സിമം വെള്ളം അതിനകത്തുള്ളത് എല്ലാം അങ്ങ് പറ്റിക്കുക, എന്ന് വെച്ചാൽ അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇല്ലെന്നുണ്ടേ വരുന്നതാണ് ഞാൻ പറയാം, മാക്സിമം ഡ്രൈ ആക്കി എടുക്കുക, എന്നാലേ നമുക്ക് ആ ചോറുമായിട്ടൊന്ന് മിക്സ് ചെയ്യാനൊക്കത്തുള്ളേ. ഇതിനകത്തോട്ട് നമുക്ക് ടൊമാറ്റോ ചേർക്കണം. ടൊമാറ്റോ പ്യൂരെ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഇത് പ്യൂരെ മേടിച്ചേക്കുക. അല്ല ടൊമാറ്റോ ആണെങ്കിൽ ഒരു മുഴുത്ത ടൊമാറ്റോ മാത്രം മതി, അതങ്ങോട്ട് ചേർത്താൽ മതി. അരച്ച് ചേർക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടുവാന്നേൽ 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞിട്ടേച്ചാൽ മതി. ടൊമാറ്റോയുടെ ചേർത്ത് കഴിഞ്ഞാൽ എന്നാ പറ്റുന്നറിയോ, നമുക്ക് ആ പൊടിയൊക്കെ ചേർക്കണേ. ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഇരുന്നോട്ടെ. എന്നാന്നോ നമ്മൾ പൊടി ഇടുമ്പോഴത്തേന് ആ പൊടി ഇച്ചിരി പെട്ടെന്നൊന്ന് ഡ്രൈ ആവും. എന്നാൽ ആ പൊടി ഒന്ന് വെന്ത് കിട്ടണ്ടായോ, അന്നേരം ആ പൊടിയും കൂടെ ഒന്ന് ഇച്ചിരി വേവാനും മൂക്കാനും ഒക്കെ ആയിട്ട് ആ ടൊമാറ്റോയുടെ വെള്ളം ഇരുന്നോട്ടെ. അന്നേരം ആ സമയത്ത് തന്നെ നമുക്ക് ആ പൊടിയും കൂടെ ഒന്ന് ചേർക്കാവേ. ആദ്യം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആന്നേൽ ഇച്ചിരി മുളക് പൊടി, എരിവ് അനുസരിച്ച്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ, ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ടേച്ചാൽ മതി. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ വഴറ്റിയില്ലായിരുന്നു, അന്നേരത്തേനും ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടാലോ അല്ലെങ്കിൽ ചതച്ചിടുവാന്നേലോ കുറച്ചുകൂടെ എരിവ് കിട്ടും. ഇത് അത്രയും സ്പൈസി അല്ല, എന്നാലും ഒരു ഇച്ചിരി സ്പൈസി ഉണ്ടാകത്തുള്ളേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്വല്പം ജീരകപ്പൊടി, ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി. പിന്നെ ഗരം മസാല, ആ പൊടി എല്ലാം നമ്മുടെ കോണയിലുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് പിടിക്കണേ. അന്നേരം മാക്സിമം അതിനെ ഇളക്കി കൊടുക്കുക. അന്നേച്ച് എത്ര മല്ലിയില ഉണ്ടോ അത്ര ഇടരുത്, കുറച്ച് അതിൻ്റെ 50 മാത്രം ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്നാന്ന് പറയാം, ചോറിലിട്ടേച്ചൊന്ന് അലങ്കരിക്കണ്ടായോ, അന്നേരം പിന്നെ അത് ഇല്ലാതെ പോരണ്ടല്ലോ. ഇനി ഇതിൻ്റെ
ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാമോ? ഒത്തിരി പ്രയാസമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മൾ ബിരിയാണി ചെയ്തതും ഗാർലിക് റൈസ് ചെയ്തതും ഗാർലിക് റൈസ് ഇച്ചിരി എളുപ്പമായിരുന്നു. ബാക്കി ബിരിയാണി, പുലാവ് എല്ലാം ചെയ്തേക്കാട്ട് നോക്കുവാന്നേല ഇതൊരു ഇച്ചിരി എളുപ്പമുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ, കോൺ പുലാവ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരു വ്യത്യാസമായിട്ട് കഴിക്കേണ്ടായോ? അന്നേരം പിന്നെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞതിനകത്ത് റൈസിൻസോ കാഷ്യൂനട്ട്സോ ഒന്നുമില്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇടാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, കോണിനും മഷ്റൂമിനും ഒന്നും ഒത്തിരി ഉപ്പൊന്നും പിടിക്കുകയില്ല, ഇറച്ചിയെ കൂട്ടൊന്നും. ആ അരപ്പിന് മാത്രമേ ഉപ്പ് കാണുകയുള്ളൂ. അന്നേരം ഇടുമ്പത്തേന് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ല, അന്നേരം ഇച്ചിരി ഉപ്പ് വേണ്ടായോ എന്ന് നോക്കിയേച്ച് അങ്ങ് ഇടരുത്. ഈ ഒരു സ്വല്പം ഇട്ടേച്ച് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും, അതായത് നമ്മുടെ കോൺ ബേസിക്കലി വെന്തതാന്നേ, എന്നാലും നമ്മുടെ ആ ബേബി കോണും മഷ്റൂമിനും ഒരു ഇച്ചിരി വേവുണ്ട്. മറ്റേ സാധാ കോണിനാന്നേൽ അതിനകത്ത് അരപ്പൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. അന്നേരം ആ അരപ്പൊന്ന് ആ മറ്റേ കോണിനകത്തൊന്ന് പിടിക്കണം. ഇതെല്ലാം ഉണ്ട്, അതെല്ലാം കൂടെ ചേരുന്ന ഈ ഒരു നേരത്താണ്. അന്നേരം നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി, ഒരുപാട് വേണ്ട. എന്നാൽ ഒരു സെമി ഗ്രേവി ആയിരിക്കുകയും വേണം, എന്നാൽ നമ്മുടെ കോണെല്ലാം വേവുകയും വേണം. എല്ലാം കൂടെ ഇപ്പോൾ ഈ സമയത്ത് വേണം നടക്കാനായിട്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്രീമും കൂടി. ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ വിഷമിക്കല്ല, അണ്ടിപ്പരിപ്പ് ഉരച്ചൊഴിച്ചാലും മതി, ആ ടേസ്റ്റ് തന്നെ വരും. എനിക്ക് തോന്നുന്നു ക്രീമിനെ ചേർക്കുന്നതിനെക്കാട്ടിലും ഒരു പിടി സ്വാദ് സത്യം പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്താൽ വരും. ഇനിയിപ്പോൾ എൻ്റെ ഈ മിക്സ്ചർ ശരിക്കും ഒരു സെമി ഗ്രേവി അല്ലേ, അങ്ങനെ തന്നെ ഇരുന്നേച്ചാൽ മതി. ഞാൻ എന്നിട്ട് സിമ്മിലാണ് വെക്കാൻ പോകുന്നത്. സിമ്മിൽ വെച്ചേച്ച് ഈ ക്രീമും ഞാൻ ചേർത്ത വെള്ളവും എല്ലാം കൂടെ ചേർത്ത് വേണം നമുക്ക് ഈ ഗ്രേവി നല്ല അസലായിട്ട് ആ കോണെല്ലാം വേവാനും ആ ഗ്രേവി ആ കോണിലോട്ട് പിടിക്കാനുമായിട്ട്. അന്നേരം അതിങ്ങനെ നമുക്ക് അടച്ചു വെച്ച് അത് ആ ഗ്രേവി ആക്കിയെടുത്താലേ നമുക്ക് ലെയർ ചെയ്യാനൊക്കത്തുള്ളൂ. നമുക്കേ ഇതൊന്ന് ലെയർ ചെയ്യാവേ. ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, നമ്മൾ ബിരിയാണി ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. ആദ്യം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം ഒരു ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തൂക്കുക. സ്പൂണേലൊന്ന് വെതറിയാലും മതിയേ. ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രേവി ഇതിനകത്തോട്ട് ആക്കുക. ഫസ്റ്റ് ലെയർ ഇതാക്കി വെച്ച് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടെ ഞാൻ ബാസ്മതി റൈസ് നല്ലതായിട്ട് വേവിച്ച് വെച്ചേക്കോ, ഉപ്പിട്ട് വെച്ചേക്കോ. പക്ഷേ ഇതിനകത്ത് ഞാൻ എന്നാക്ക ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ചതച്ചല്ല ഇട്ടേക്കുന്നത്, തനിയെ ഇട്ടേക്കുന്നത്. അന്നേച്ചാൽ അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന അരിയാ, അതങ്ങനെ തന്നെ ചെയ്തേച്ചാൽ മതി. അന്നേച്ചാൽ ഇതിൻ്റെ മേളിലോട്ട് അതൊന്ന് ലെയർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ലെയർ ചെയ്തേക്കുന്നത് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പോലത്തെ പാത്രമാണ്. ഇതല്ല നമുക്കിപ്പോൾ ഓവനിലൊന്നും വെക്കാൻ ഒത്തില്ലേൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചെമ്പില്ല, അതായത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, അതിനകത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രം അല്ലാതെ എന്നാ പറയുക, ഒരു ഇച്ചിരി ഓട്ടയൊക്കെ ഉള്ള ഒരു പാത്രമില്ലയോ, അത് ആ ചിപ്പിലി എന്നാണ് പറയുന്നത്. അത് വെച്ചേച്ച് ഏതെങ്കിലും നമ്മൾ ഏത് പാത്രത്തിലല്ല ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിലോട്ട് ഇതേപോലെ ലെയർ ചെയ്യുക. ലെയർ ചെയ്തിട്ട് അതിനകത്തോട്ട് വെച്ചാൽ മതി, ഓവണിനകത്ത് വെക്കുന്നതിന് പകരം.
അതല്ല, ഇത് ലെയർ ചെയ്യുന്നത് ഒരു ബിരിയാണി ചെമ്പയിലൊക്കെ ആണെന്നതിൽ കുഞ്ഞു ബിരിയാണി പാത്രമൊക്കെ കാണുകയല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ അടപ്പില്ലയോ, അടപ്പ് ഒരു ടവലിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ കിഴി പോലെ അടപ്പ് കെട്ടണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാന്നേൽ ഇപ്പോൾ ഇതൊരു അടപ്പല്ലയോ, അന്നേരം ഈ അടപ്പ് ഒരു ടവലിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ വെക്കുക. എന്ന് വെച്ചാൽ 4 അറ്റവും കൂടെ കൂട്ടിച്ചേർത്ത് ഇതൊന്ന് കെട്ടുക. അതായത് അടപ്പ് ടവലിനകത്താവണം. അന്നേച്ച് അടപ്പോട് കൂടി ആ ബിരിയാണി പാത്രം അങ്ങ് അടച്ചു വെച്ചിട്ട് ചെറിയ സിമ്മയിൽ കുറച്ച് നേരം വെച്ചാൽ മതി. നല്ലതായിട്ട് അത് ദമ്മാവും. കാര്യം ആ ഒരു ആവി വരുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് പോകാതെ ആ തുണിയെ തന്നെ അത് പറ്റി പിടിച്ച് ഫ്ലേവേഴ്സ് ഒന്നും വെളിയിൽ പോകത്തില്ല. അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി ഓവനിലോട്ടൊന്ന് വെക്കാൻ പോവാന്നേ. അതുകൊണ്ട് ഇത് ഫുൾ നല്ല തിക്ക് ലെയറായിട്ട് തന്നെ ലെയർ ചെയ്ത് വെച്ച് ഇതിൻ്റെ മേലിലോട്ട് ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി മല്ലിയില ഇട്ടേച്ച് ഇതിൻ്റെ മേലിലോട്ട് ഒരു ഇച്ചിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതുകൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഓവനിൽ വെക്കുവാന്നേൽ ഒരു ഫോയിൽ പേപ്പർ, അതായത് ഒരു സിൽവർ ഫോയിൽ പേപ്പർ എടുത്തേച്ച് ഇതൊന്ന് കവർ ചെയ്യണം. ഇത് എന്നിട്ട് ഓവനിൽ വെക്കുവാണെങ്കിൽ ഒരു 120 ഡിഗ്രി, പ്രീ ഹീറ്റഡ് ഓവൻ ആയാലും കുഴപ്പമില്ല, പ്രീ ഹീറ്റഡ് ഓവൻ ഒരു 120 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ്, അതായത് 15 to 10 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല, ഒന്ന് ഇതാക്കിയെടുക്കണം. അന്നേരത്തുണ്ടല്ലോ ആ നെയ്യൊക്കെ ഒന്ന് ഉരുകി ആ മസാലയും എല്ലാം ആ ഫ്ലേവർ ഒന്ന് എന്നാ പറയുക ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് ആ ചോറയിലും ഒക്കെ ആ ഒരു ഫ്ലേവർ വരുവേ. ഇനി ഇതൊന്ന് ഞാൻ ഓവനിലോട്ടൊന്ന് വെച്ചോട്ടെ.